ഫോറെവർ ലിവിങ് പ്രൊഡക്ട്സ് വലിയൊരു ബിസിനസ് മേഖലയാണ്, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി ആയിട്ടുള്ള FE03 പോലെയുള്ള ടീമുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ പല ആളുകളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പല ഇൻഫ്ലുവൻസേഴ്സും ഇത് സ്കാമാണ്, അല്ലെങ്കിൽ ഇത് തെറ്റായ ഒരു ബിസിനസ് രീതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അതിനെതിരെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണ്, അവരെന്തുകൊണ്ട് ഇതിനെതിരായിട്ട് തിരിയുന്നു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എനിക്ക് കുറേ ആളുകൾ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ അയച്ചു തന്നു. ഇങ്ങനെ ആളുകൾ പലരും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് രംഗത്ത് വരുന്നു, അല്ലെങ്കിൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് വരുന്നു. അപ്പോൾ അവർക്കൊരു മറുപടി ആയിട്ടോ ഒന്നുമല്ല ഞാനിത് പറയുന്നത്. ബിസിനസ് ചെയ്യുന്ന ഓരോ വ്യക്തികളിലേക്കുമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, മനസ്സിലായി. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടപ്പോഴും ഇവർ എടുത്ത് കാണിക്കുന്ന കുറേ പോയിന്റുകളുണ്ട്. അതായത് ഇവരെല്ലാം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെല്ലാം എതിരാകുന്നത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ആ ഒരു പോരായ്മകൾ, അല്ലെങ്കിൽ നമ്മളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ തെറ്റുകളാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് അവരെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സെയിൽസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, എന്നിട്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം എന്നുള്ള രീതി ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരെ ചേർപ്പിക്കലാണ്. ഇങ്ങനെയുള്ള കുറേ പോയിന്റുകൾ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ആൾക്കാരെ ചേർപ്പിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരാം. ഇവിടെ ആൾക്കാരെ ചേർപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഫോറെവർ എന്ന് പറയുന്നത് MLM കമ്പനി തന്നെയാണ്. MLM എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു ചിന്താഗതി മണി ചെയിൻ, അല്ലെങ്കിൽ പിരമിഡ് സ്കീം എന്നുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേരളത്തിലേക്ക് MLM എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് എത്തിയതും, അല്ലെങ്കിൽ ആദ്യമായിട്ട് അറിയപ്പെട്ടതും മണി ചെയിൻ എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ആളുകൾക്ക് കേൾക്കുമ്പം MLM അത് മണി ചെയിൻ അല്ലേ, അല്ലെങ്കിൽ ചെയിൻ മാർക്കറ്റ് അല്ലേ എന്നുള്ളൊരു ചിന്താഗതിയാണ് ആളുകൾക്ക്. പക്ഷേ പലരും മനസ്സിലാക്കുന്നില്ല, പലർക്കും അറിവില്ല. ഈ MLM എന്ന് പറയുന്നതിനകത്ത് തന്നെ പല കാറ്റഗറി ഉണ്ട്, അല്ലെങ്കിൽ പല ബിസിനസ് മോഡൽസ് ഉണ്ട്. അതിൽ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുള്ള ഒരു രീതിയുണ്ട്, ബിസിനസ് രീതികളുണ്ട് എന്നുള്ളതൊന്നും പലരും അറിയുന്നില്ല, പലർക്കും അറിവില്ല. അതായത് MLM തന്നെയുള്ള സ്കീമുകളിൽ ഒന്നാണ് പിരമിഡ് സ്കീം എന്ന് പറയുന്നത്. അതാണ് ഈ മണി ചെയിൻ എന്ന് പറയുന്നത്. അതായത് ഇതാണ് കേരളത്തിലേക്ക് ആദ്യമായിട്ട് ആളുകളിലേക്ക് എത്തിയതും ഭയങ്കരമായിട്ട് എന്താ പറയുക ഫേമസ് ആയതും കുറേ ആളുകൾക്ക് മാനസികമായിട്ടും ഫിനാൻഷ്യലി ഒക്കെ നഷ്ടം ഉണ്ടായിട്ടുള്ളതും. പക്ഷേ ഇതിൽ തന്നെയുള്ള മറ്റ് മേഖലകളിലൊന്നാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ. പ്രധാനമായിട്ടും MLM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് എന്നുള്ളതാണ്. അതായത് എൻ്റെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ യൂസ് ചെയ്യുക, കസ്റ്റമേഴ്സ് വഴി ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും ആ കസ്റ്റമേഴ്സിന് ഒരു ലാഭവിഹിതം കൊടുക്കുക എന്നുള്ള രീതി തന്നെയാണ് MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള പല കാറ്റഗറിയിൽ ഒന്നാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ തന്നെ അതിൻ്റെ പേരിൽ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പിരമിഡ് സ്കീം, ബൈനറി സ്കീം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ പല കാറ്റഗറി ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ശരിയായ രീതി എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി. ഇത് ഞാൻ എൻ്റെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മൾ ചെയ്യുന്നത് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ പല ആൾക്കാരും പല ബിസിനസ് ഓണേഴ്സ്, ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയായ ഒരു രീതി തന്നെയല്ലേ. കാരണം നമുക്കിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലല്ലോ, എക്സ്പെൻസ് അല്ലേ വരുന്നത്. 2cc പർച്ചേസിങ്ങും അല്ലെങ്കിൽ മീഡിയം ട്രാക്കിൻ്റെ ആ ഒരു 5Kയുടെ പർച്ചേസിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെൻസ് അല്ലേ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻസും എന്താണെന്ന് തിരിച്ചറിയാത്തൊരു വ്യക്തി, അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും നമ്മുടെത്തേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് വരാറുള്ളത്. സോ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഏതെങ്കിലും തരത്തിൽ പൈസ ചിലവാക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഓട്ടോമാറ്റിക്കലി അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻസിൻ്റെ അർത്ഥം തിരക്കി അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം നോക്കി നടക്കുകയല്ല. പകരം അവരെന്ത് ചെയ്യും, നിങ്ങൾ ആദ്യം എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു പർച്ചേസിംഗ് ഉണ്ടല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ എന്ന് ചോദിച്ച് നമ്മുടെ വരാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അതിനെ അവർ നെഗറ്റീവായിട്ട് മാറ്റി, അല്ലെങ്കിൽ അതിനെ ആ ഒരു തരത്തിലേക്കാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. ആളുകൾ ചോദിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഫിനാൻഷ്യലി അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എഫേർട്ട് ഇടേണ്ടി വരുമോ എന്നുള്ളത് തന്നെയാണ്. സോ ആ ഒരു കാര്യം മാറ്റുക, നോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു സംഭവം എടുത്ത് മാറ്റി. ഇതൊക്കെ പണ്ടത്തെ സ്ട്രാറ്റജിയാണ്. ഞാൻ എൻ്റെ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇതൊക്കെ പഴയ സ്ട്രാറ്റജിയാണ്, അതൊക്കെ മാറേണ്ട സമയവും കഴിഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ഈ പറഞ്ഞ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് ഈ പറഞ്ഞ നെഗറ്റീവ് പറയുന്ന ആളുകൾ അതിനെ എടുത്ത് കാണിക്കുന്നത് കൊണ്ട് എനിക്ക് അവരുടെ ഭാഗത്ത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അത് നമ്മുടെ ഭാഗത്തുനിന്ന് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്കും കാണാറുണ്ട് ഇങ്ങനെ നോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു ചിലവുമില്ല, നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളാണ്, മനസ്സിലായില്ലേ. നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിങ്ങിനകത്തുള്ള കുറച്ച് മിസ്റ്റേക്കുകളാണ് ഞാൻ ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, ഞാൻ ഇത്ര പുണ്യാളനൊന്നുമല്ല, ഞാനും ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക, അത് തിരുത്താൻ ശ്രമിക്കുക. അത് തിരുത്തി കഴിഞ്ഞാൽ നമ്മൾ ബെറ്ററായിട്ട് മുമ്പോട്ട് പോകും, മനസ്സിലായില്ലേ.
അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നൊരു കേസ് അതും റോങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ പ്രൊഡക്റ്റ് സെയിൽസ്, ഇവിടെ ഞാനും പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഫോറവർ എന്ന് പറയുന്ന കമ്പനി MLM ഇൻഡസ്ട്രിയിൽ തന്നെ മറ്റ് കമ്പനികളെ അപേക്ഷിച്ചിട്ട് ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവർ ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് സെയിൽസിനെയാണ്. അതായത് റിക്രൂട്ട്മെൻറ്റിനേക്കാൾ കൂടുതലും ഇവർക്ക് പ്രൊഡക്റ്റ് സെയിൽസാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് MLM ഇൻഡസ്ട്രികളിൽ ഫോറവർ എന്ന് പറയുന്ന കമ്പനി മുന്നിട്ട് നിൽക്കുന്നതും അതിനെ അത്രത്തോളം ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നതും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ പ്രൊഡക്റ്റ് സെയിൽസ് ഇല്ല എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം തുടക്കകാലങ്ങളിലേക്ക് ഇതിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഇൻഡസ്ട്രികളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ ഒന്നും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സമയങ്ങളിൽ നമ്മളത് പറഞ്ഞിട്ടുമുണ്ട്. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് നമ്മൾ തെറ്റായ രീതിയിലായിരുന്നു പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ മാറ്റുക. ഈ പറഞ്ഞ പ്രൊഡക്റ്റ് സെയിൽസ് എന്ന് പറയുന്നൊരു സംഭവം, സെയിൽസ് നമുക്ക് പലതരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഡയറക്റ്റ്ലി അവർക്ക് പ്രൊഡക്ട്സിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. ആ ഒരു രീതി ഒരു ട്രഡീഷണൽ രീതിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു നമ്മളിവിടെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അതിലേക്ക് വരുന്ന വ്യക്തികൾക്ക് ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ കമ്പനി പ്രൊഡക്ട്സ് ഇതിൻ്റെയൊക്കെ വാല്യൂം പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ കസ്റ്റമറായിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവരൊരു ബിസിനസ് ഓണറായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ നോർമൽ ഒരു സെയിൽസ്മാൻ ചെയ്യുന്നത് പോലെയുള്ള അത്രയും എഫേർട്ട് ഇല്ലാതെ തന്നെയുള്ള ഒരു സെയിൽസ് അവിടെ കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെ നമ്മൾ പറയും സെയിൽസ് അല്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അത് മിസ്റ്റേക്കാണ്. സെയിൽസ് നടക്കുന്നുണ്ട്, പക്ഷേ ഒരു സാധാരണ സെയിൽസ്മാനെ പോലെ അത്ര എഫേർട്ട് ഇടേണ്ട കാര്യമില്ല എന്നുള്ളത് നമുക്കൊന്ന് തിരുത്തി പറഞ്ഞു കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരെടുത്ത് കാണിച്ചുകൊണ്ട് പല ഇൻഫ്ലുവൻസേഴ്സും ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം കാണിക്കുന്നത് ഫോറവർ എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ചിട്ടല്ല ഇവർ നെഗറ്റീവ് പറയുന്നത്. നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളെയാണ് ഇവർ നെഗറ്റീവായിട്ട് പറയാറുള്ളത്. ഇപ്പോൾ എസ് അഭിജിത്ത് പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ്, ഇവരൊക്കെ നമുക്ക് നാടിന് ആവശ്യമായിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ സ്ഥിരം കാണുന്ന ആളുമാണ്. അപ്പോൾ ഇവരുടെ ഈ വീഡിയോസിൽ പഴയ വീഡിയോസിലൊക്കെയും പലരും ഇതേപോലെ ഫോറവറിനെതിരെ വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുമ്പോൾ ആൾ വീഡിയോ ചെയ്യുന്നുണ്ട്, ഉടനെ വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമൻറ്റ്സുകൾ എനിക്കതിൻ്റെ സ്ക്രീൻഷോട്ട് പലരും അയച്ചു തന്നിട്ട് വീഡിയോ വരാൻ പോകുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം, അങ്ങനെയുള്ള ഓരോ വ്യക്തികളും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടായിരിക്കും അവരെന്തായാലും വീഡിയോസ് ചുമ്മാ എന്തായാലും പ്രസൻറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. ഫോറവർ എന്ന് പറയുന്ന കമ്പനി എന്തായാലും ഇവർ അന്വേഷിക്കുമ്പോഴത്തേക്കും അത് ജെന്യുവിനായിട്ട് പോകുന്ന ഒരു കമ്പനിയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അതിലൂടെ അവരങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പ്രൊമോഷൻ കൂടിയാണ് എന്നുള്ള ഒരു തരത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരുടെ വീഡിയോ വന്നപ്പോഴത്തേക്കും എനിക്കൊരു എന്താ പറയുക, താല്പര്യക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ എനിക്കൊരു വിഷമം തോന്നിയത്, ഇവർ പറഞ്ഞിട്ടുള്ളതെല്ലാം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന രീതികളിലുള്ള നെഗറ്റിവിറ്റിയാണ് അവരെടുത്ത് കാണിച്ചേക്കുന്നത്. പക്ഷേ അവർ മാർക്കറ്റിംഗ് പ്ലാനിൽ തന്നെ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ, അങ്ങനെ ഇത്ര ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ആകാം, ഇത്ര ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർവൈസർ ആകാം, ഇങ്ങനെയുള്ള കുറേ മാർക്കറ്റിംഗ് പ്ലാനിനകത്തും ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവരെടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് ഭയങ്കര റോങ് ആണ്. കാരണം ഇവിടെ ഇത്ര ആൾക്കാരെ ചേർപ്പിച്ചാൽ ഇത്ര റാങ്ക് ലെവൽ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. ഇത്ര പർച്ചേസിങ് അല്ലെങ്കിൽ ഇത്ര സെയിൽസ് ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഇത്ര പ്രോഫിറ്റ് എന്നുള്ളവരാണ്. അതായത് ഇവിടെ ഒരാളെ ചേർക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള പ്രോഫിറ്റും കമ്പനി കൊടുക്കുന്നില്ല. എൻ്റെ അണ്ടറിലുള്ള ഒരു വ്യക്തിക്ക് ഞാൻ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ വ്യക്തി ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ BRP പ്രൈസിൽ നിന്നുള്ള ഇത്ര ശതമാനം പ്രോഫിറ്റ് എനിക്ക് കിട്ടും. മനസ്സിലായില്ലേ? അതായത് നോർമലി ഒരു കട നടത്തുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കടയിൽ വന്ന ഒരാൾ സാധനം വാങ്ങുമ്പോൾ അതിനകത്തുനിന്ന് ഇത്ര ശതമാനം കമ്മീഷനാണല്ലോ ആ ഒരു കടയുടെ ഉടമയ്ക്ക് കിട്ടുന്നത്. അതേ സെയിം രീതി തന്നെയാണ് ഫോറവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഫോറവറിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഓരോ റാങ്ക് ലെവലും അവരുടെ ബിസിനസ്സിൽ അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും അവർക്കൊരു വിഷൻ ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ റാങ്ക് ലെവൽസും. ഇത്ര സെയിൽസ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രത്തോളം പ്രോഫിറ്റ് ലെവൽ അല്ലെങ്കിൽ ഇത്രത്തോളം ഗ്രോത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാം എന്നൊക്കെയുള്ള ഒരു ഇപ്പോൾ ഏത് കമ്പനിയിലാണെങ്കിലും അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ആ ടാർഗറ്റ് അവർ കവർ ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് അവർക്കുണ്ടാകും, അല്ലേ? ഇത് ടാർഗറ്റ് അല്ല. ഇവർക്ക് ഇവിടെ ഒരു തരത്തിലുള്ള പ്രഷറും ഇല്ല. നമ്മുടേതായ ബിസിനസ്സാണ്, നമ്മൾക്ക് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും, നമുക്ക് ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ആ ഒരു രീതി തന്നെയാണ്. അപ്പോൾ അങ്ങനൊരു ബിസിനസ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും കറക്റ്റായിട്ടുള്ളൊരു വിഷനും ലക്ഷ്യവും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി വെച്ചിരിക്കുന്ന രീതികളാണത്. അല്ലാതെ ഇത്ര ആൾക്കാരെ ചേർപ്പിച്ചാൽ ഇത്ര ഇതിലേക്ക് പോകാം എന്നൊന്നും പറയുന്നില്ല. 2CC എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഒന്നെങ്കിൽ സ്പോൺസറിങ്ങിലൂടെ ഒരു വ്യക്തി 2CCയുടെ പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് അവന് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ
2CC കവർ ചെയ്യാം. അതല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കൺസ്യൂമേഴ്സിനെ ഡെവലപ്പ് ചെയ്യാം, അതായത് പ്രൊഡക്റ്റിനെ ആളുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് സെയിൽ ചെയ്തുകൊണ്ട് അവനെന്ത് ചെയ്യുക, ഈ 2CCയുടെ ഇത് കവർ ചെയ്യാം. അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ പല ആൾക്കാരും 2CC മാത്രം ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ 2CC പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഓപ്പർച്യൂണിറ്റി എടുത്ത് കാണിച്ചുകൊണ്ട് 2CC പർച്ചേസ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തായാലും പിന്നൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തുക. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ പറഞ്ഞ എത്ര വലിയ കൊമ്പത്തെ ആൾക്കാർ വന്നിരുന്നുകൊണ്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊന്നും ബാധിക്കാത്ത കുറേ ആളുകളുണ്ട്. ആരാണെന്നറിയോ? ഒരു തരത്തിലും ഇവർ കമ്പനി പറയുന്ന കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ബാധിക്കത്തില്ല. കാരണം അവരെല്ലാം പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ബിസിനസ് ചെയ്യുന്നത്. മനസ്സിലായോ? പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ഫോർ അവറിൻ്റെ പ്രൊഡക്ട്സ് ഒരു കസ്റ്റമർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പിന്നെ അവനെ സംബന്ധിച്ച് അവൻ വേറൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അവന് പ്രൊഡക്റ്റിൽ അവൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവനെ ബാധിക്കുന്നതല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറഞ്ഞ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടി അവൻ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ആ ഒരു താല്പര്യവും അവൻ ആ ഒരു എന്താ പറയുക കോൺഫിഡൻസും ഉണ്ടാവും. അതിൽ അവൻ എന്ത് ചെയ്യും, മറ്റുള്ളവർക്കും ഇത് റെക്കമെൻഡ് ചെയ്ത് അവന് മുമ്പോട്ട് പോകും. അപ്പോൾ അവിടെ ഈ പറഞ്ഞ നെഗറ്റീവ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്താൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നാം, എന്നാൽ തന്നെ അത് മനസ്സിലാക്കുക. നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, അത് മറ്റൊരു വ്യക്തി അത് പറയുമ്പോൾ അതിനെ നമ്മളെതിരായിട്ട് കാണുക അല്ലെങ്കിൽ അവരോട് ദേഷ്യം കാണിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ഭാഗത്ത് ആ പറഞ്ഞ വ്യക്തി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തിരുത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആകും. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. കൂളായിട്ടിരിക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എത്തിക്സ് വിട്ട് കളിക്കാതിരിക്കുക. നമ്മൾ കാരണം മറ്റൊരു വ്യക്തിക്ക് ഫിനാൻഷ്യലിയും മാനസികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ്, അതായത് ലീഡ് ജനറേഷന് വേണ്ടിയിട്ടും ഫോളോ അപ്പിനും ക്ലോസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ലീഡ്സിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഒരു 6 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ജസ്റ്റ് ചെറിയൊരു ഫീസ് മാത്രമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനുള്ള നമ്പർ ഇവിടെ കൊടുത്തേക്കാം. സോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സെയ്ദ്.